ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലാൻഡ്. ജയ്സാറാണ് ജിൻസാറാണ് സംസാരിക്കുന്നത്. മക്കളെ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫൈനൽ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ഫൈനൽ എക്സാം വരുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, വേറൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുള്ള വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററിനകത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നോക്കാം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ നോക്കി പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാം ഇന്ത്യക്കകത്ത് ലോകത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭൂപ്രകൃതികളെക്കുറിച്ചൊക്കെയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നില്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് തന്നെ ഉള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റീജിയൻസ് ദ എർത്ത്, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. റീജിയൻസ് ദ എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലിയർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ഡാഷ്. മക്കളെ, ഭൂമിയുടെ ഉപരിതലത്തിനകത്ത് ഏതാണ്ട് ഒരേ സമാനമായ കാലാവസ്ഥ സവിശേഷതകൾ പങ്കിടുന്ന പ്രദേശങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതിൻ്റെ ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞോളൂ. എന്താണ്? യെസ്, അറിയുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് പറയാം കേട്ടോ. മക്കളെ, അതിൻ്റെ ആൻസർ വേറൊന്നും അല്ല മക്കളെ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് തന്നെയാണ് അല്ലേ നമ്മൾ വിളിക്കുന്നതാണ്. ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖല എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഈ പറയുന്ന ക്ലൈമാറ്റിക് റീജിയൻ അല്ലേ. ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇതുപോലെ തന്നെ കാലാവസ്ഥാ മേഖല, ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖല, ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതായത് ഒരു വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. അതായത് വ്യത്യസ്ത തരത്തിലേക്കുള്ള കാലാവസ്ഥാ മേഖലകളാണ് കാണാൻ പറ്റുന്നത്. 3 ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ഒന്ന് ഇക്വറ്റോറിയൽ, ഫസ്റ്റ് വൺ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ് ഇത്. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, രണ്ടാമത്തത് ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ ഉഷ്ണ മരുഭൂമികളാണുള്ളത്, മൂന്നാമത്തത് തുന്ദ്ര റീജിയൻ അല്ലെങ്കിൽ തുന്ദ്ര മേഖല. ഇങ്ങനെ 3 എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ പ്രധാനമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഈ പറഞ്ഞ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഇതിൻ്റെ അക്ഷാംശ വ്യാപ്തിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ കാണേണ്ടത്. ഓരോന്നിൻ്റെയും അക്ഷാംശ വ്യാപ്തി എത്രയുണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കറിയാം. ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ്. 10 ഡിഗ്രി വടക്കോട്ടും 10 ഡിഗ്രി അങ്ങോട്ടാണ് തെക്കോട്ടും ഉണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഹോട്ട് ഡെസേർട്ട്, ഉഷ്ണമരുഭൂമികൾ. ഉഷ്ണമരുഭൂമികൾ 20 to 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ്. മക്കൾ ശ്രദ്ധിക്കുക, 20 മുതൽ 30 ഡിഗ്രി വരെ വടക്കോട്ടും അതുപോലെ തെക്കോട്ടുമാണ് അതുള്ളത്. പിന്നെ മൂന്നാമത്താണ് ഇത് തുന്ദ്ര റീജിയൻ, തുന്ദ്ര മേഖല. അത് പ്രധാനമായിട്ടും 65 ഡിഗ്രി വടക്കാണ് അല്ലെങ്കിൽ 65 ഡിഗ്രി 66.5 എത്രയാണ് ഡിഗ്രി നോർത്താണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി, ഇതൊക്കെ എവിടെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇത് ജസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. മക്കൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ, ഫസ്റ്റ് വൺ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്താണ് ഇതുള്ളത്. ഇതാണ് ഫസ്റ്റ് വൺ അല്ലേ, ഇത് ഒന്നാമത്തെ വരും. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി, രണ്ടാമതായിട്ട് നമുക്ക് കാണാനുള്ളത് ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ 20 to 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ്. അതായത് 20 മുതൽ 30 ഡിഗ്രി, ഇങ്ങോട്ട് 20 അല്ലേ, 20 to 30 ഡിഗ്രി വരെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഷെയ്ഡ് കാണുന്നത് ഇതൊക്കെ വേൾഡിലുള്ള പ്രധാനപ്പെട്ടുള്ളതാണ് ഹോട്ട് ഡെസേർട്ടുകളാണ്. കണ്ടോ, ഡെസേർട്ടുകൾ, മരുഭൂമിയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് കാണുന്നത് കേട്ടോ. അത് പ്രധാനമായിട്ടും 20 മുതൽ ഈ പറഞ്ഞ നമ്മുടെ ഇക്വറ്ററിൽ നിന്ന് 20 to 30 ഡിഗ്രി വരെ മുകളിലോട്ട്, അതായത് നോർത്തിലേക്കും അതുപോലെ താഴോട്ട് സൗത്തിലേക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഷെയ്ഡ് ചെയ്ത സാധനങ്ങളൊക്കെ അതാണ് കേട്ടോ, ഹോട്ട് ഡെസേർട്ടാണ്. അത് ഇവിടെ മാത്രമാണ് കൂടുതൽ എന്ത് ചെയ്യുക, കാണുക എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെയാണ് അത് കൂടുതലും കാണുന്നത്. ഇനി ലാസ്റ്റ് വൺ മക്കൾ ശ്രദ്ധിക്കുക, തുന്ദ്ര റീജിയൻ ആണ്. ഇതിൽ ലാസ്റ്റ് വൺ ആണ് തുന്ദ്ര. 66.5 ഡിഗ്രി നോർത്താണ്. അത് വേറെ എവിടെയും അല്ല, ഇത് ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഈ ഒരു ഭാഗത്താണ് ഇത് വരിക, അത് വരിക കേട്ടോ. ഈ ഒരു റീജിയൻ ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുക വരിക, ഈ ഒരു റീജിയൻ കേട്ടോ. ഓക്കെ, ആ ടോപ്പിലേക്കാണ് വരിക. അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് 3 റീജിയൻസ് ഉള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ നോക്കിയോളൂ. ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് വൺ നോക്ക്, പ്രധാനമായിട്ട് 2 ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ നോക്കണേ. ഒരു ഡിസ്ക്രിപ്ഷനാണ് ആദ്യം കൊടുത്തത്. ഇന്ന് നാം നിർമ്മിക്കുന്ന വീടും ധരിക്കുന്ന വസ്ത്രവും കഴിക്കുന്ന ആഹാരവും ഒന്നു തന്നെ നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചല്ല ഉണ്ടാക്കുന്നത്. എന്നാൽ പ്രകൃതിയുടെ മാത്രം സംരക്ഷണയിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ് പിഗ്മികൾ. മക്കളെ, ആദ്യം തന്നെ പിഗ്മികളെ കുറിച്ച് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് കൊടുത്തതാണ് അല്ലേ. എന്താണ് പിഗ്മികൾ? ആ പിഗ്മീസിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തു.
ഇനി അതിൽ നിങ്ങൾക്ക് സബ് ക്വസ്റ്റ്യൻസ് ABC എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ AB 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് പിഗ്മീസ്. മക്കളെ ശ്രദ്ധിക്കണം, പിഗ്മികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പിഗ്മികളുടെ മുഖ്യ ആഹാരം എന്തായിരുന്നു പിഗ്മികളുടെ മുഖ്യമായ ആഹാരം അല്ലേ? അപ്പോൾ ആരാണ് പിഗ്മി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാലോ. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, ആഫ്രിക്കയിലെ കോങ്കോ നദിയിലെ കോങ്കോ റിവറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരാണ് ശരിക്കും ഈ പറഞ്ഞ പിഗ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സാധാരണ നിങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞ ഈ ഇരുണ്ട നിറമാണ്, അതേപോലെ തന്നെ എന്താണ് ഉയരം കുറഞ്ഞ ആൾക്കാരാണ്, ഷോർട്ട് സ്റ്റാച്ചർ ആണ്, അതുപോലെ ഡാർക്ക് കംപ്ലക്ഷൻ ആണ് അവരിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അവരുടെ മുഖ്യ ആഹാരം എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നല്ല കസാവ അല്ലെങ്കിൽ മരച്ചീനി കേട്ടോ. കസാവ എന്നോ അതുപോലെ തന്നെ ടാപ്പിയോക്കോ എന്നൊക്കെ പറയുന്നതാണ് അവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം, മെയിൻ ഫുഡ് അതാണ് കേട്ടോ, കസാവ കേട്ടോ. കസാവയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ മുഖ്യ ഭക്ഷണം. അപ്പം നമ്മുടെ പിഗ്മീൻ്റെ മെയിൻ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിഗ്മിയുടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ പറഞ്ഞ കസാവയാണ് കേട്ടോ. കസാവയാണ് അവരുടെ മെയിൻ ഭക്ഷണം കേട്ടോ. കസാവ അല്ലെങ്കിൽ മരച്ചീനിയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് മക്കൾ മനസ്സിലാക്കുക. ഇതാണ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന കോങ്കോ ബേസിൻ ഉണ്ടല്ലോ, കോങ്കോ നദീതടം. ആ നദീതടത്തിനെ കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട കോങ്കോ നദീതടത്തിനെ കുറിച്ചുള്ള ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ് ചോദിച്ചത്. കോങ്കോ നദീതടത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് കോങ്കോ നദീതടത്തിൻ്റെ സവിശേഷതകളിലേക്ക് എന്ത് ചെയ്യാം, പോകാം. അപ്പോൾ എല്ലാവരും നോക്കിയോളൂ, എന്താണ് കോങ്കോ തീരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ്? പിടിച്ചോളൂ. എന്തൊക്കെയാണ് ഈ പറയുന്ന കോങ്കോ ബേസിൻസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? അപ്പോൾ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക അല്ലേ? ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ. അതിൽ ഒന്നാമത്തെ നോക്കണം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയാൽ ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് ദ തണ്ടർ ആൻഡ് ലൈറ്റനിങ്. മക്കളെ പ്രധാനമായിട്ട് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ ഇതുപോലെ തന്നെ ഉയർന്ന അന്തരീക്ഷ താപവും അതുപോലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴയുമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ സവിശേഷത. അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്കുക, എന്താണ് സെക്കൻഡ് വൺ നോക്കണം. ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ബിഗ് ട്രീസ്, ക്ലിംബേഴ്സ് ആൻഡ് തിക്ക് അണ്ടർഗ്രോത്ത് ആൻഡ് മോസ് ആൻഡ് വാണ്ട ആൻഡ് സോൺ. മക്കളെ വൻ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗ സസ്യജാലങ്ങൾ, മരവാഴകൾ, ഇങ്ങനെ ഇടതൂർന്ന് വളർന്ന നിത്യഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ഇത് രണ്ടാമത്തത് അല്ലേ? ഇപ്പോൾ 2 പോയിന്റ് നമുക്ക് എന്ത് ചെയ്തു കിട്ടിക്കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി നമുക്ക് വേണ്ടെങ്കിൽ എഴുതാം. ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. അതായത് ഇവിടെ മാത്രം കാണുന്ന ഡൈവേഴ്സ് ഫോണയാണ്. അതായത് ഇവിടെ മാത്രം കാണുന്ന ചില ജന്തുക്കളുണ്ട്. മക്കളെ ജന്തുക്കൾ അല്ലെങ്കിൽ അനിമൽസിനെ വിളിക്കുന്ന പേരാണ് ഫോണ കേട്ടോ. ഫോണ മീൻസ് അനിമൽ. അതായത് ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ജന്തുക്കളാട്ടോ. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത് കേട്ടോ. 2 എണ്ണമാണ് ചോദിച്ചത്, നമ്മൾ എന്ത് ചെയ്യണം 3 എണ്ണം എഴുതി കേട്ടോ. 3 എണ്ണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൻസേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് വൺ ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നൊരു ചോദ്യം പ്രധാനമായിട്ട് ഹോട്ട് ഡെസേർട്ടുമായി ബന്ധപ്പെട്ടാണ്, മരുഭൂമികളുമായി ബന്ധപ്പെട്ടാണ്. മരുഭൂമികൾ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടുള്ള മരുഭൂമികൾ അല്ലെങ്കിൽ ഡെസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് അത് ഏതൊക്കെ വൻകരകൾ അല്ലെങ്കിൽ കോണ്ടിനെൻസിലാണ് അത് വിടുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ സഹാറ എവിടെ കൊടുത്തിട്ടുണ്ട്. സഹാറ ഡെസേർട്ട് ഉൾക്കൊള്ളുന്നത് അവിടെ കൊടുത്തത് ആഫ്രിക്കയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കലഹാരി, അറേബ്യൻ മരുഭൂമി, അതുപോലെ താറ്, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി, അറ്റകാമ, അതുപോലെ മൊഹേവ് ഇതൊക്കെ എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ കണ്ടെത്തണം. മക്കളെ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇത് നോക്കിയോളൂ, ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ഈ പറഞ്ഞ ഒന്നാമത്തത് സഹാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആഫ്രിക്കയിലാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്താണ് ഈ പറഞ്ഞ കൽഹാരി എവിടെയാണ്? ആഫ്രിക്കയാണ്. അതുപോലെ തന്നെ അറേബ്യൻ ഡെസേർട്ട്, മൂന്നാമത്തെ അറേബ്യൻ ഡെസേർട്ട് ഉണ്ട്, അതെവിടെയാണ്? ആഫ്രിക്കയാണ്. അതുപോലെ നാലാമത്തത് ടാർ ഡെസേർട്ട് ഉണ്ട്, താറും എവിടെ തന്നെയാണ്? ആഫ്രിക്ക തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഉണ്ട്, അത് സിമ്പിളാണ്, ആ പേരിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ, അത് ഓസ്ട്രേലിയയാണ്. എന്നാൽ അറ്റകാമയുണ്ട്, അറ്റകാമ സൗത്ത് അമേരിക്കയാണ്, തെക്കേ അമേരിക്കയാണ്. എന്നാൽ ഈ മൊഹേവ് പ്രധാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നോർത്ത് അമേരിക്ക കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയോളൂ. ഈ സഹാറ ആഫ്രിക്ക, കൽഹാരി ആഫ്രിക്കയാണ്, അറേബ്യൻ മരുഭൂമി എവിടെയാണ്? ഏഷ്യയാണ്, താറ് ഏഷ്യയാണ്, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയയാണ്, അറ്റകാമ തെക്കേ അമേരിക്കയാണ്, ഒരു മൊഹേവ് എവിടെയാണ്? വടക്കേ അമേരിക്ക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, സെറ്റല്ലേ?
സെറ്റ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്, ഈ പറഞ്ഞ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ലോകം. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചൂല. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, പഠിക്കുക. ഇനി ലൈവും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വരും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നിങ്ങൾക്ക് ഇനി വരുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മക്കൾസ്, താങ്ക് യു എവരിവൺ, താങ്ക് യു, ബൈ മക്കളെ, കാണാം.